തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ പി.സി. ജോർജിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ജോസൽ, ഗുഡ് മോർണിംഗ്. എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഇന്ത്യ എന്ന് പറയുന്ന NGO സംഘടന സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ വാർഷികത്തോടുള്ള പരിപാടിയിലാണ് പി.സി. ജോർജ് ഇത്തരത്തിൽ ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിന് എതിരെയാണ് ഇപ്പോൾ തൊടുപുഴ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമുദായം പരിശോധിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഗുരുതരമായ പി.സി. ജോർജിന്റെ ഈ വിദ്വേഷ പ്രസംഗത്തിന്റെ ഒരു ഭാഗം. അതുപോലെ തന്നെ താൻ ജീവിക്കുന്നത് ഈരാറ്റുപേട്ടയിലാണ്. ഈരാറ്റുപേട്ടയിൽ താൻ ഉൾപ്പെടെയുള്ള വളരെ കുറച്ച് മാത്രം മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ മാത്രമാണ് ജീവിക്കുന്നത്. അവിടെ ജീവിക്കുന്നത് തന്റെ ഇടമുള്ളത് കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഈരാറ്റുപേട്ടയെന്നും ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ പാകിസ്ഥാന്റെ വിക്കറ്റ് പോയാൽ അള്ളാഹു അക്ബർ എന്നൊക്കെ വിളിച്ച് അവിടെ ഭയങ്കര ദുഃഖിക്കുന്നു. ഇവര് ഇത്തരത്തിൽ ഇന്ത്യയോട് സ്നേഹമില്ലാത്ത ആളുകളാണ് ഈ മുസ്ലിം സമുദായമെന്നും അങ്ങനെ ഇന്ത്യയോട് സ്നേഹമില്ലാത്തവരൊന്നും ഇവിടെ ജീവിക്കണ്ട എന്നുള്ള രീതിയിലുള്ള വളരെ വിദ്വേഷജനകമായ പ്രസംഗമാണ് പി.സി. ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് പ്രസംഗത്തിൽ ഉടനീളം ഇത്തരത്തിൽ ഈ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് പി.സി. ജോർജിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇതിനെതിരെ കേസെടുത്താലും തനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് പി.സി. ജോർജിന്റെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കേസെടുത്ത് ഈ അറസ്റ്റും ബഹളവും എല്ലാം ഉണ്ടായി തനിക്ക് ഈ മെയിൻ സ്ട്രീമിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പി.സി. ജോർജിന്റെ ഭാഗത്ത് നിന്ന് കുറെ നാളത്തുണ്ട്. ഇത്തരത്തിൽ മതവിദ്വേഷം പറഞ്ഞ് കേസെടുപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട ഈ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും വീണ്ടും വരിക എന്നുള്ളൊരു ത്വരയാണ് പി.സി. ജോർജിന് ഉണ്ടാകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും ഇത് ഇത്തരത്തിലൊരു വിദ്വേഷ പ്രസംഗം നടത്തുന്ന സാഹചര്യത്തിൽ കേസെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലൊരു കേസാണ്. അതിൽ കോടതിയിൽ കേസിനെ സംബന്ധിച്ച് വന്നപ്പോഴും പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖേന പോലീസ് പറഞ്ഞത് കേസെടുക്കുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. അത്തരത്തിലാണ് തൊടുപുഴ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ HRDS എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് നമുക്ക് അറിയാം. ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതിയായി സ്വപ്ന സുരേഷ് ജയിലിൽ നിന്ന് വിമോചിതയായതിനു ശേഷം ജോലി കൊടുത്ത സ്ഥാപനമാണ് ഈ HRDS എന്ന് പറയുന്ന NGO സംഘടന. BJPയുമായി എല്ലാ കാലത്തും അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയാണ് ഈ സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഇത് കൂടുതൽ ചർച്ചയായത്. HRDSന്റെ എന്ന് പറഞ്ഞ അജി കൃഷ്ണൻ, ബിജു കൃഷ്ണൻ, അങ്ങനെ അവരാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നത്. അത്തരത്തിൽ BJPയുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന HRDS ഇന്ത്യയാണ് എന്ന NGO സംഘടനയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. RSSന്റെയും BJPയുടെയും എല്ലാം പ്രമുഖ നേതാക്കൾ വേദിയിലിരിക്കുന്ന സാഹചര്യത്തിലാണ് പി.സി. ജോർജിൽ നിന്ന് ഇത്തരത്തിലൊരു ഗുരുതരമായ പരാമർശം ഉണ്ടായത്. പിന്നീട് മാധ്യമ പ്രവർത്തകർ ഇതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും താൻ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് ആവർത്തിച്ചു പറയുകയാണ് പി.സി. ജോർജ്. ഇത് ഏതായാലും ഇത്തരത്തിൽ എന്തുദ്ദേശത്തോടു കൂടിയാണെങ്കിലും ഈ മാധ്യമങ്ങളിൽ നിരന്തരമായി തന്റെ മുഖം കാണിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും എന്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും പി.സി. ജോർജ് ഈ ഗുരുതരമായ വിദ്വേഷ പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതിൽ തൊടുപുഴ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. വിനിഷ. ശരി, ജോസൽ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും തൊടുപുഴ പോലീസ് കേസെടുത്തിരിക്കുകയാണ് വിദ്വേഷ പ്രസംഗത്തിൽ പി.സി. ജോർജിനെതിരെ.